അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ഒരു ആശയവുമായി വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതുപോലെ ഒരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അല്ലാഹുവിന് സർവ്വസ്തുതികളും ഒരുമിച്ച് പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹ് കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. കൽബ് നിറച്ച് ദുആ ചെയ്തവരുണ്ട്, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട്, ഇതിനെ പരിശ്രമിക്കുന്നവരുണ്ട്, ദുആ ചെയ്യുന്നവരുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ഖൈറിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളായ അറിവുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ പറയുന്നത് പരിശുദ്ധവും പരിപാവനവുമായ നമ്മുടെ ഈ സഫർ മാസത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണെങ്കിൽ അള്ളാഹ് നമ്മളിലേക്ക് അടുക്കും, അത് ഉറപ്പാണ്. ഇന്ന് നമ്മൾ പറയുന്നത് അള്ളാഹിന് ഏറെ ഇഷ്ടമുള്ള, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 10 ദിക്റുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അള്ളാഹിന് ഏറെ ഇഷ്ടമാണ്. ഇത് പതിവാക്കുന്നവരോട് അള്ളാഹുവിനും വലിയ ഇഷ്ടമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഈ 10 ദിക്റുകൾ പഠിക്കാൻ പോവാണ്. ഈ 10 ദിക്റുകൾ സമയമുള്ളപ്പോഴൊക്കെ ചൊല്ലിക്കോളി. ഒരുപാട് വലിയ ദിക്റൊന്നുമില്ല. ചിലത് അറിയാമായിരിക്കും, ചിലത് അറിയില്ലായിരിക്കും, ചിലത് ചൊല്ലുമായിരിക്കും, ചിലത് ചൊല്ലൂലായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 10 ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഏറ്റവും ഉന്നതിയിലാണ്. മലക്കുകളെക്കാൾ നിങ്ങൾ അള്ളാഹു ആദരിക്കപ്പെടുമെന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസിന്റെ ആശയം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കൽബ് സമാധാനം ഉണ്ടാകുന്നത്, നമ്മുടെ കൽബ് അടുക്കുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ ഹൃദയം സംശുദ്ധമാകുന്നത് അത് അള്ളാഹുവിലേക്ക് ദിക്ർ ചെയ്യുമ്പോഴാണ്. നമ്മുടെ കൽബ് ടെൻഷൻ വരുമ്പോ, ഡിപ്രഷൻ ഉണ്ടാകുമ്പോ, നൊമ്പരങ്ങൾ ഒക്കെ നമുക്ക് നേട്ടം വരുന്ന ദിക്ർ ചൊല്ലണം. ദിക്ർ ചൊല്ലിക്ക് ഉറപ്പാണ്. ചരിത്രങ്ങൾ വരുന്നുണ്ട്, നമുക്ക് പറയാം. ഞാൻ കുറഞ്ഞ സമയം 10 മിനിറ്റിനുള്ളിലാണ് നമ്മുടെ വീഡിയോ, കാരണം ആർക്ക് സമയമില്ല. അപ്പൊ വേഗത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ചില ആളുകൾ അതിലും പറയുന്നുണ്ട്, എന്തിനാ വലിച്ചു നീട്ടണേ, ചുരുക്കി പറഞ്ഞൂടെ. 10 മിനിറ്റ് പോലും കേൾക്കാൻ പറ്റില്ലെങ്കിൽ അത്രയും തിരക്കുള്ള നമ്മൾ എന്താ പറയാ. അപ്പൊ കേൾക്കുന്നവർ കേട്ടോളി ഇൻഷാ അല്ലാഹ്. ഞാൻ കുറഞ്ഞ സമയം പറയണേ എന്ന് പറഞ്ഞ വിശദീകരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാണ്. എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ലല്ലോ. അപ്പൊ എല്ലാവരെയും പരിഗണിക്കണം. അപ്പൊ മനസ്സിലാകാൻ വേണ്ടി മനസ്സിലാകാത്തവർക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ ഇവരെ അള്ളാഹ് ആദരിക്കും. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഏതൊക്കെയാണ്? ഒന്നാമത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും നാവിന് എളുപ്പമുള്ളതും അതുപോലെ തുലാസിൽ ഭാരമുള്ളതും അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ളതും ദുനിയാവിൽ വെച്ച് എല്ലാം അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ, എന്ന ആ ഒരു ദിക്ർ, ഒന്നാമത്തെ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ദുനിയാവിൽ പറയാൻ എളുപ്പമാണ്, മീസാനിൽ ഭാരമുണ്ട്, അള്ളാഹിന് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ ഒന്നാമത്തെ എഴുതി വെച്ചോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. രണ്ടാമത്തെ ദിക്ർ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹിൽ അലീം. ഇത് മറ്റൊരു ഹദീസിൽ രണ്ടും കൂടി ചേർത്ത് പറഞ്ഞതാണ്. മറ്റൊരു ഹദീസിൽ രണ്ടായിട്ടാണ് പറഞ്ഞത്. നബി തങ്ങൾ രണ്ടും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, രണ്ടാമത്തെ റബ്ബിന് ഏറ്റവും ഇഷ്ടം സുബ്ഹാനല്ലാഹിൽ അലീം. നമ്മൾ ചെയ്യുമ്പോൾ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യണം. അതാണല്ലോ, നമ്മളൊരു കാര്യം ഒരാൾക്ക് കൊടുക്കുകയാണ്, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള കാര്യം കൊടുക്കണ്ടേ. അപ്പൊ ഇഷ്ടമില്ലാത്തൊരു കാര്യം കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ. അപ്പൊ റബ്ബിന് ഇഷ്ടപ്പെട്ട ദിക്ർ നമ്മൾ ചൊല്ലി നോക്കിയേ, അള്ളാഹ് നമ്മളെ കൂടുതൽ എടുക്കും. നമ്മുടെ കാര്യങ്ങൾ വേഗം എളുപ്പവും, കടങ്ങൾ തീരും, പ്രയാസങ്ങൾ മാറും, ആഗ്രഹങ്ങൾ നിറവേറും, ഹാജത്തുകൾ വീടും, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ മാറും. അതൊക്കെ നേട്ടങ്ങളാണ്. അപ്പൊ മൂന്നാമത്തത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിപൂർണ പരിശുദ്ധിയെ വാഴ്ത്തുന്ന സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ദിക്ർ. ഞാനിത് പറയുന്നത് ഓരോ ദിക്റിന്റെ മഹത്വം നമ്മൾ ഓരോരോ ക്ലാസ്സിൽ പറയും. ഇന്ന് 10 എണ്ണത്തിന്റെയും ഒരുമിച്ച് ഏതൊക്കെയെന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ നമ്മൾ എന്താണ്? മൂന്നാമത് പറഞ്ഞു സുബ്ഹാനല്ലാഹ്. ഇത് അള്ളാഹുവിന്റെ പരിപൂർണ പരിശുദ്ധി വാഴ്ത്തും. നമ്മൾ നിസ്കാരം കഴിയുമ്പോൾ ചൊല്ലുന്ന ദിക്റാണ്, പക്ഷെ നമ്മൾ ചൊല്ലുന്ന വേറെ രീതിയാണ്. നമ്മൾ എന്താണെന്നറിയോ? നിങ്ങളല്ലാട്ടോ, നിങ്ങളുടെ നല്ല ഉമ്മമാരും നല്ല വാപ്പന്മാരുമാണ്. എൻ്റെ കാര്യം പറയാം. അപ്പൊ നിസ്കാരം ഞാനങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തസ്ബീഹ് എടുത്തിട്ട് ഈ സൂസു മാത്രമേ വെളിവരൂ. അത് പടച്ചവന് വേണ്ട. നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടി ഒരു അമലും അള്ളാഹ്ക്ക് വേണ്ട. നമ്മൾ കൽബിൽ തട്ടി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, കൽബിൽ തട്ടി റബ്ബിനെ ഓർത്ത് പറയണം. അതാണ് റബ്ബിന് വേണ്ടത്. അതോടൊപ്പം തന്നെ നാലാമത്തത് പറയാം, അള്ളാഹുവിന് സ്തുതികൾ കേൾക്കുന്നതാണ് അൽഹംദുലില്ലാഹ്. റബ്ബിന് ഏറ്റവും ഇഷ്ടമാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദം നബി ആദ്യം തുമ്മിയപ്പോൾ ആദം നബി ആദ്യം പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ.
നമ്മൾ തുമ്മുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറയും. പക്ഷെ ഉമ്മമാരെ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞാൽ 70 രോഗങ്ങൾക്ക് ശമനം ഉണ്ടെന്നാണ്. അതാണ് ആ പ്രത്യേകത. നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരാകണം. നമ്മൾ ഖുർആൻ പറഞ്ഞ ലഇൻ ശക്കറുത്തും ലഅസീദന്നകും. ഇത് കാറിന്റെ പുറകിൽ വെറുതെ എഴുതി വെച്ചാൽ പോരാ, വീടിന്റെ മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ, പിന്നെയോ ഗേറ്റിന്റെ മുന്നിൽ എഴുതി കെട്ടിത്തൂക്കിയാൽ പോരാ, അതൊക്കെ വേറെ. പക്ഷേ അത് കൽബിലുണ്ടാകണം. ലഇൻ ശക്കറുത്തും, നിങ്ങൾ നന്ദിയുണ്ടോ, ഞാൻ അധികരിപ്പിച്ച് തരാം. എപ്പോഴും ഹംദ് പറയണം. ഏതൊരു കാര്യം ചെയ്യാൻ ഹംദ് പറയണം. ഉമ്മ തുമ്മി കഴിഞ്ഞു, അൽഹംദുലില്ലാ. വാപ്പമാരെ ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാ. ഒരു സാധനം മുകളിൽ നിന്ന് എടുത്തു, അൽഹംദുലില്ലാ. അതങ്ങനെ പൊക്കാൻ കൈ ആഫിയത്ത് അല്ലാഹ് തന്നല്ലേ. ചെരുപ്പിട്ടു, അൽഹംദുലില്ലാ. വസ്ത്രമിട്ടു, അൽഹംദുലില്ലാ. വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാ. ഒന്ന് നോക്കി, അൽഹംദുലില്ലാ. നല്ല കാര്യത്തിൽ നോക്കുമ്പോൾ കാഴ്ച റബ്ബാണല്ലോ. അങ്ങനെ ഏതൊരു കാര്യത്തിനും ഹംദ് പറഞ്ഞാൽ ശക്കർത്തും ലഅസീദന്നകും, ഞാൻ അധികരിപ്പിച്ചു തരാം. അതോടൊപ്പം തന്നെ അഞ്ചാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്വഹാബത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞ ഉറക്കെ തക്ബീർ വിളിക്കുന്നതാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് കരുതി റൂമിലിരിക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എപ്പോഴും ഒച്ചത്തിൽ പറഞ്ഞ ആൾക്കാർ ആയിരിക്കും എന്തോ പ്രശ്നമുണ്ടെന്ന്. അതല്ല, നമ്മുടെ കൽബി പറഞ്ഞാൽ മതി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതോടൊപ്പം തന്നെ ആറാമത് പറഞ്ഞു, നിങ്ങളുടെ ഈമാനെ പുതുക്കണം. ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ജദ്ദിദു ഈമാനക്കും. ഈമാനെ നിങ്ങൾ പുതുക്കിക്കോ. നവ്വിറു ഖുലൂബക്കും, കൽബിനെ പ്രകാശിപ്പിച്ചോ. അല്ലേ? വസയ്യിനു അൽസിനതക്കും, നാവിനെ ഒന്ന് നന്നാക്കടോ. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് അധികരിപ്പിക്കുന്നവർക്ക് കലിമ പറയാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം തന്നെ ഏഴാമത്തെ മറ്റൊരു ദിക്റാണ് സ്വർഗ്ഗത്തിലെ നിധിയായി നിബിതങ്ങൾ പറഞ്ഞ പരിചയപ്പെടുത്തിയ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല ലേഹ്യം എന്നാണ് തഴവ ഉസ്താദ് പറഞ്ഞത്. ചൊല്ല ലാ ഹൗല, അത് നിനക്കെപ്പോഴും സ്റ്റൈലാ. തഴവ പാടി വെച്ചതാണ്. എപ്പോഴും ചൊല്ലിക്കോ, നിന്റെ ജീവിതം മാറി മറിയുന്നതാണ്. അതിന്റെയൊക്കെ മഹത്വം നമുക്ക് പറയാനുണ്ട്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതോടൊപ്പം തന്നെ എട്ടാമത്തത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തി റബ്ബിന് ഏറ്റവും ഇഷ്ടം അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. പാപമോചനം ചോദിക്കല. നമ്മൾ എന്തെങ്കിലും നോക്കിയിട്ട് അന്നല്ല, കൽബിൽ തട്ടി പറയണം അസ്തഗ്ഫിറുല്ലാഹ്. നിബിതങ്ങൾ ഏറ്റവും കുറഞ്ഞ 100 വട്ടം പറയുമായിരുന്നു എന്നാണ്. മഹാനായ ഹുദൈഫത്ത് ബിൻ യമാൻ തങ്ങൾ നിബിതങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, നബിയെ എനിക്ക് നരകമുണ്ടോ? നിബിതങ്ങൾ ചിന്തേ കാര്യം, ഞാൻ എൻ്റെ വീട്ടുകാരോട് ദേഷ്യത്തോടെ സംസാരിച്ചു പോയി, പരുഷമായി സംസാരിച്ചു, അത് കാരണം എനിക്ക് നരകമുണ്ടോ? നിബിതങ്ങൾ പറഞ്ഞു, മോനെ ഹുദൈഫ, നീ ഒരുപാട് വട്ടം പാപമോചനം ചോദിക്കും, ഞാൻ 100 വട്ടം ചോദിക്കാറുണ്ട് എന്ന് നിബിതങ്ങൾ പറഞ്ഞു എന്നാണ്. നമ്മളിങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് അധികരിപ്പിക്കണം. അതുപോലെ എങ്ങനെ വേഗം പറഞ്ഞു പോകട്ടോ. 9ാമത് പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ബദറിന്റെ മണ്ണിൽ, ഉഹദിന്റെ മണ്ണിൽ, ഹംദക്കിന്റെ മണ്ണിൽ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാചകൻ മറച്ചൊല്ലിയ വാക്കാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇത് മുറുകെ പിടിച്ചാൽ വിജയിക്കുമെന്ന് മഹത്തുക്കൾ പറയും. ഇതിന്റെ മഹത്വം നമുക്ക് പറയാം. 10ാമത്തെ ദിക്ർ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. മുത്തനബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഇതറിയില്ലേ? ഏതെങ്കിലും സ്വലാത്ത്. ഈ 10 ദിക്ർ ജീവിതം മാറ്റിമറിയും, ജീവിതം മാറി മറിയും, ഉറപ്പാണ്. ഇതൊന്നും മുറുകെ പിടിക്കിൻ എന്റെ പ്രിയപ്പെട്ടവരെ. ദിക്റുകളിലൂടെയല്ലാതെ ഈമാൻ ഉറക്കൂല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ 10 ദിക്റുകളും ഉറപ്പാണ്, അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. അള്ളാഹുവിന്റെ ജീവിതം തന്നെ മാറി മറിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ തൃപ്തിയോടെ, അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ നിങ്ങൾക്ക് പോകാൻ ഇത് മതി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഈ 10 ദിക്ർ നമുക്ക് അറിയാവുന്ന ദിക്റാണ്. ഒന്ന് അശ്രദ്ധർക്കൊന്ന് ഉണർത്തിയെന്ന് മാത്രം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇത് മുറുകെ പിടിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ചൊല്ലി കലിമ പറഞ്ഞ് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വോയിസ് ഓഫ് ഷഫീഖ് ബത്തയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ദിക്റിന്റെ ദുആഇന്റെയാണ്. അള്ളാഹ് സ്വീകരിക്കട്ടെ. അതോടൊപ്പം ഇസ്ലാം, നേരത്തെ നമ്മൾ ഹുദൈഫ തങ്ങളുടെ ചരിത്രം പറഞ്ഞില്ലേ, അതുപോലെ സ്വഹാബത്തിന്റെ ചരിത്രം, മഹാന്മാരുടെ ചരിത്രം, പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കുറഞ്ഞ സമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ. അതിന്റെ ലിങ്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് സുന്ദരമായ ചരിത്രങ്ങൾ കഥാരൂപത്തിൽ നിങ്ങളിലേക്ക് പറയാം. വളരെ കുറഞ്ഞ സമയത്തിൽ ഇൻഷാ അല്ലാഹ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം രാത്രി 9 മണിക്ക് ബദറിൻ തീരം ഒരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സ്, ബദരീങ്ങളുടെ പേര് ചൊല്ലി ദുആ ചെയ്യുന്ന സദസ്സ്, ഒരുപാട് രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മാറിയ സദസ്സാണ്. ആ 3 ചാനലും ബദറിൻ തീരം
വോയിസ് ഓഫ് ഷഫീഖ് ബദരി, ബദറന്തിരൻ ചരിത്ര കഥകൾ 3 നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ലിങ്ക് എൻ്റെ ചാനൽ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് കൊണ്ട് കമന്റ് ചെയ്യുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, മറുപടി നൽകുന്നുണ്ട്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പുതിയ ഒരു അറിവുമായി, പുതിയൊരു കഥയുമായി, പുതിയൊരു ചരിത്രങ്ങളുമായി ഈ 3 ചാനലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ 3 ചാനലും ഏറ്റെടുക്കണം, സപ്പോർട്ട് ചെയ്യുക, ദ്വാരക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓരോ ലൈക്കും അത് മറ്റുള്ളവരിലേക്ക് പോകാനൊരു കാരണം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് പുതിയൊരു അറിവുമായി നാളെ കണ്ടുമുട്ടാം. നിങ്ങളൊക്കെ ദ്വാരക്കണം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.